എല്ലാ ജീവിതങ്ങളും മൺവീടുകൾ പോലെയാണ്. ഒന്നിനും ഗ്യാരണ്ടിയില്ല. അവ ചിലപ്പോൾ ഒഴുകിപ്പോയേക്കാം, അല്ലെങ്കിൽ വിണ്ടുകീറി ഇല്ലാതായേക്കാം. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ കുട്ടികൾ എല്ലാവരും ചേർന്ന് കടൽ തീരത്ത് ഓരോ വീടുകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. വീടുകൾ ഏകദേശം പൂർത്തിയാകാറായപ്പോഴാണ് ഒരു കുട്ടിയുടെ കൈ തട്ടി മറ്റൊരു കുട്ടിയുടെ വീട് തകർന്നത്. വീട് തകർന്ന കുട്ടിയും മറ്റുള്ളവരും ചേർന്ന് വീട് തകർത്ത കുട്ടിയെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഈ സമയത്താണ് വലിയൊരു തിരമാല വന്ന് എല്ലാ വീടുകളും തകർത്ത് കളഞ്ഞത്. അതോടെ കളിയും പിണക്കവും മറന്ന് എല്ലാവരും വീടുകളിലേക്ക് തിരികെ നടന്നു. ഒരാൾക്ക് വന്ന ദുരന്തം അതേ അളവിലോ അല്ലെങ്കിൽ കൂടുതലായി മറ്റുള്ളവർക്ക് സംഭവിച്ചാൽ എല്ലാവരുടെയും ദുഃഖം അതോടെ ലഘൂകരിക്കപ്പെടുന്നത് കാണാം. മനുഷ്യൻ പലപ്പോഴും അങ്ങനെയാണ്. പങ്കുവയ്ക്കാൻ ആളുണ്ടായാലോ എന്ന ചിന്തയേക്കാൾ തനിക്ക് വന്ന ആപത്ത് മറ്റുള്ളവർക്കും വന്നല്ലോ എന്ന ചിന്തയാണ് പലർക്കും ആശ്വാസം നൽകുന്നത്. ഒരു കാര്യം നമുക്കെന്നും ഓർക്കാം, എല്ലാ ജീവിതങ്ങളും മൺവീടുകൾ പോലെയാണ്. ഒന്നിനും ഗ്യാരണ്ടിയില്ല. അവ ചിലപ്പോൾ ഒഴുകിപ്പോയേക്കാം, ചിലപ്പോൾ വിണ്ടുകീറി ഇല്ലാതായേക്കാം. അതുകൊണ്ട് അന്യന് വരുന്ന ആപത്തുകളിൽ അവരെ ചേർത്ത് പിടിക്കാം, അവരോടൊപ്പം മനസ്സ് പങ്കിടാം. കാരണം നമ്മുടേതും മൺവീട് തന്നെയാണ്. ശുഭദിനം.